ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥരായിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് മാഗ്നം സ്പോർട്സ് ആണ്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെ വിൽക്കാൻ അവരിപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആശിഷ് നേഗി ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. അതായത് മുഴുവൻ ഓഹരിയും കൈമാറാനാണ് അവരിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അനുയോജ്യമായ പുതിയ ഇൻവെസ്റ്റേഴ്സിനെ, പുതിയ ഉടമസ്ഥരെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ബ്ലാസ്റ്റേഴ്സിനെ കൈമാറാൻ മാഗ്നം സ്പോർട്സ് തയ്യാറാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം മാർക്കസ് മെർഗുലാവയോട് ചോദിച്ചിരുന്നു. ഒരാൾ സർക്കാസ്റ്റിക് ആയിക്കൊണ്ട് ചോദിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ വാങ്ങാൻ സാധിക്കുമോ എന്നായിരുന്നു ചോദ്യം. അതിന് മാർക്കസ് മെർഗുലാവോ നൽകിയ മറുപടി ഇങ്ങനെയാണ്: തീർച്ചയായും വാങ്ങാൻ സാധിക്കും. പക്ഷേ നിങ്ങളുടെ അക്കൗണ്ടിൽ 150 കോടി രൂപ മുതൽ 200 കോടി രൂപ വരെ വേണം എന്നാണ് മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത്. അതായത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ വാങ്ങണമെങ്കിൽ 150 കോടി രൂപ മുതൽ 200 കോടി രൂപ വരെ ചിലവഴിക്കേണ്ടി വരും. അതിൻ്റെ ഉള്ളിലുള്ള ഒരു സംഖ്യ ചിലവഴിക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് ഉള്ള ആർക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ വാങ്ങാം എന്നാണ് ഇപ്പോൾ മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇതുവരെ പുതിയ ഉടമസ്ഥരൊന്നും മാഗ്നം സ്പോർട്സിനെ സമീപിച്ചതായിക്കൊണ്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പുതിയ ഇൻവെസ്റ്റേഴ്സിനെ ലഭിക്കുമോ എന്നുള്ളതൊക്കെ ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യമാണ്. കാരണം നിലവിലെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനോട് വലിയ എതിർപ്പും അമർഷവും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കുണ്ട്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് മാറണം എന്നുള്ളത് ഒരുപാട് കാലമായി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിനുള്ള ഒരു സുവർണാവസരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ആര് ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാൻ മുന്നോട്ട് വരും എന്നുള്ളത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി കൊണ്ട് അവശേഷിക്കുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.